1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. അരീക്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരും ചേർന്ന് നടത്തിയ അരീക്കോട് എക്സ്പോ 24 വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. അരീക്കോട് പോലീസ് ഇൻസ്പെക്ടർ വി സിജിത്ത് സമ്മാന വിതരണം നിർവഹിച്ചു. അരീക്കോട് കേന്ദ്രമായി ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ നീണ്ടുനിന്ന അരീക്കോട് എക്സ്പോ 2024 സമാപനമായത്. അരീക്കോടിന്റെ ഉത്സവമായി മാറിയ അരീക്കോട് എക്സ്പോയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. ഒന്നാം സമ്മാനമായി കാറും മോട്ടോർ ബൈക്കുകളും ഫ്രിഡ്ജും എസിയും അടക്കം നിരവധി സമ്മാനങ്ങളാണ് എക്സ്പോയിൽ നറുക്കെടുപ്പിലൂടെ വിജയിച്ച ഭാഗ്യശാലികൾക്ക് വിതരണം ചെയ്തത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷകരമാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കും. ഞങ്ങൾ 5 മാസത്തോളം കാലമായ ഈ എക്സ്പോക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. അതിൻ്റെ സമ്മാനദാനങ്ങൾ ഇന്ന് ഫുള്ളായിട്ട് നൽകി കഴിഞ്ഞു. അതിൽ അരീക്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വളരെയധികം സന്തോഷകരമായി നിൽക്കുന്ന ഒരു ആനന്ദ മുഹൂർത്തത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇതിൽ ഒരു പരാതി പോലും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഞങ്ങൾക്ക് വലിയ സന്തോഷകരമായ ഒരു നിമിഷം. അരീക്കോടത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു ജനത നാട് മുഴുവൻ ഒന്നിച്ചു കൊണ്ടാടിയ ഒരു ഉത്സവമായിരുന്നു അരീക്കോട് എക്സ്പോ. ഇതിൽ എടുത്തു പറയേണ്ടത് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെ ഒന്നിച്ചു നിർത്താൻ പറ്റിയെന്നില്ല. ഇതാണ് ഇതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. തുടർന്നും ഇങ്ങനത്തെ ഓരോ സംഗതികൾ അരീക്കോട് തുടർന്ന് നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ അരീക്കോടിൻ്റെ ഒരു ഉണർവ് വരുള്ളൂ. വ്യാപാര മേഖലയിലായാലും ഏത് മേഖല അരീക്കോടിനെ സംബന്ധിച്ച് മുൻ കാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അരീക്കോട് എല്ലാത്തിൻ്റെ ഒരു ഹബ്ബായി മാറിയിരുന്നു. ഇന്ന് അത് നമുക്ക് തിരിച്ചു പിടിക്കണം. ഇങ്ങനത്തെ ഉത്സവങ്ങളോട് കൂടി അരീക്കോടിൻ്റെ പഴയ ആ പ്രതാപം തിരിച്ചു പിടിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷം തോന്നുന്നു. അരീക്കോട് എക്സ്പോയുടെ സമാപനം എല്ലാ സമ്മാനങ്ങളും ഇവിടെ വിതരണം ചെയ്തു. എല്ലാവരുടെയും സഹായ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വലിയൊരു പരിപാടി നമുക്ക് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ സാധിച്ചിട്ടുള്ളത്. സഹകരിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലയിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഈ അരീക്കോട് എക്സ്പോയ്ക്ക് ഉണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർകാലങ്ങളിലും നമുക്ക് അരീക്കോട് എക്സ്പോ ഗംഭീരമായിട്ട് വിജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അരീക്കോട് എക്സ്പോ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. അരീക്കോട് മമത ജംഗ്ഷനിൽ നടന്ന സമ്മാന വിതരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ, ജനറൽ സെക്രട്ടറി അൽമോയ റസാഖ്, ട്രഷറർ വി എൻ നാസർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുഹൂദ് കെ സാദിൽ, സി കെ അഷ്റഫ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലുക്കുമാൻ അരീക്കോട്, വൈസ് ചെയർമാൻ ലാല അരീക്കോട്, പ്രോഗ്രാം കോർഡിനേറ്റർ ജോളി, മുനീർ, മുഹമ്മദ്, യാസിൻ, റഹ്മത്തുള്ള കോട്ട, ഉമ്മർ വെള്ളരി, കരീം താഴത്തരി, മമത, അസ്ലം, അഷ്റഫ് ഹാജി വാവൂർ, ടി സി ഷാഫി, നസീബ് ഹെന്ന, ഷെരീഫ് കളത്തിങ്ങൽ, ഷിഹാബ് പാറക്കൽ, എം സുൽഫീഖർ, ദിലു ലിഗാഷ് എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.